Mechanics of Solids, Module 4. Modular topics: deflection on beams, strain energy, Maxwell's reciprocal relation, Maxwell's Betty reciprocal relation, Castigliano's theorem, Macauley's method. Comparison between strain energy and complementary energy. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. Deflection on beams. What is deflection? Under the action of applied loads, the axis of a beam bends from its initial position. The amount by which a beam bends from its initial position is known as deflection. അതായത് ഒരു ബീമിൻ്റെ മേലെ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്തു. ആ ലോഡ് അപ്ലൈ ചെയ്ത കാരണം ഈ ബീമും ഇനീഷ്യൽ പൊസിഷനിൽ എത്രമാത്രം ബെൻഡ് ആവുന്നോ അതിനാണ് നമ്മൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിഫ്ലക്ഷൻ ഓഫ് എ ബീം ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ക്രോസ് സെക്ഷൻ ആൻഡ് ബെൻഡിങ് മൂവ്മെൻറ്റ്. ഓക്കെ, ബീമിൻ്റെ ഡിഫ്ലക്ഷൻ അതിൻ്റെ ക്രോസ് സെക്ഷനും ആ ബീമിൻ്റെ മേലെ വരുന്ന ബെൻഡിങ് മൂവ്മെൻറ്റിനും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് സ്ട്രെയിൻ എനർജി. സ്ട്രെയിൻ എനർജി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പിൽ നമുക്ക് ലോഡ് ഡിഫ്ലക്ഷൻ കർവ് ഓഫ് എ സ്പ്രിങ് നമുക്ക് മനസ്സിലാക്കണം. ഇതാണ് ലോഡ് ഡിഫ്ലക്ഷൻ കർവ് ഫോർ എ സ്പ്രിങ്. ഈ കർവിൻ്റെ താഴത്തെ ഏരിയ അതാണ് സ്ട്രെയിൻ എനർജി നമുക്ക് തരിക. സോ ഏരിയ അണ്ടർ ദി കർവ് ഗിവ്സ് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഓൺ എ സ്പ്രിങ് അണ്ടർ ലോഡിങ്. ദാറ്റ് ഈസ് സ്ട്രെയിൻ എനർജി യു ഈക്വൽ ടു ഹാഫ് ലോഡ് ഇൻ ടു ഡിഫ്ലക്ഷൻ. സ്ട്രെയിൻ എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ യു വെച്ചിട്ടാണ് അതിൻ്റെ ഏരിയ, ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ലോഡ് ഇൻ ടു ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇനി ഈ കർവിൻ്റെ മേലൊരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ നമുക്ക് വരുന്നത് കോംപ്ലിമെൻ്ററി എനർജിയാണ്. ദ ഏരിയ എബവ് ദ കർവ് ഗിവ്സ് കോംപ്ലിമെൻ്ററി എനർജി. ഈ കോംപ്ലിമെൻ്ററി എനർജി നമുക്ക് ഡീപ്പായിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിക്കും. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സ്ട്രെയിൻ എനർജി സ്റ്റോർ ഡ്യൂറിങ് ദ ആപ്ലിക്കേഷൻ ഓഫ് ആക്സിയൽ ഫോഴ്സ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൂവ്മെൻറ്റ് ആൻഡ് ടോർക്ക്. ലെറ്റ് us consider a portion of a beam whose length is ds. അതിൻ്റെ അകത്ത് നമുക്ക് 3 ഡയറക്ഷനിലേക്ക് ഫോഴ്സും മൊമെൻറ്റും റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് എക്സ് ഡയറക്ഷനിൽ എഫ് എക്സും എം എക്സും, വൈ ഡയറക്ഷനിൽ എഫ് വൈയും എം വൈയും, സെഡ് ഡയറക്ഷനിൽ എഫ് സെഡും എം സെഡും. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എഫ് എക്സ് ഫോഴ്സ് വരുന്നത് ആക്സിയൽ ഫോഴ്സാണ്, എഫ് വൈയും എഫ് സെഡ് വരുന്നത് ഷിയർ ഫോഴ്സാണ്, എം എക്സ് വരുന്നത് ടോർക്കാണ്, എം വൈയും എം സെഡ് വരുന്നത് ബെൻഡിങ് മൂവ്മെൻറ്റ്. അത് ഈ പിക്ചർ അനലൈസ് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി സ്ട്രെയിൻ എനർജി ഇൻ ആക്സിയൽ ഫോഴ്സ്. ഓക്കെ, we know that elastic modulus E equal to stress by strain. ഓക്കെ, അതിനകത്ത് നമുക്ക് ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ഈക്വൽ ടു എഫ് എൽ ബൈ എ ഇ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിൽക്കുമ്പം ഇവിടുത്തെ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഡെൽറ്റയാണ്, അതായത് ഡിഫ്ലക്ഷനാണ്. ദോർഫോർ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈക്വൽ ടു എഫ് എക്സ് ഡി എസ് ബൈ എ ഇ. ഓക്കെ, ഇനി നമുക്ക് വരാം സ്ട്രെയിൻ എനർജി ഇക്വേഷൻ ഹാഫ് ഫോഴ്സ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇവിടുത്തെ ഫോഴ്സ് എന്ന് വെച്ചാൽ എഫ് എക്സ് ആണ്. ദോർഫോർ ഹാഫ് എഫ് എക്സ് ഇൻറ്റു ഡിഫ്ലക്ഷൻ എഫ് എക്സ് ഡി എസ് ബൈ എ ഇ. ഓക്കെ, അപ്പം ഇത് നമ്മൾ കണ്ടുപിടിച്ചത് ഒരു സ്മോൾ പോർഷൻ, അതായത് ഡി എസ് ലെങ്ത്തിൽ ഒരു ബീമിൻ്റെ സ്ട്രെയിൻ എനർജിയാണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ഹോൾ ലെങ്ത്തിലെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ലിമിറ്റ് ഫ്രം 0 to s, ദാറ്റ് ഈസ് യു വൺ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to s ഹാഫ് എഫ് എക്സ് സ്ക്വയർ ബൈ എ ഇ ഇൻറ്റു ഡി എസ്. ഷിയർ ഫോഴ്സ്. ഓക്കെ, ഇവിടെ ഷിയർ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് 2 ഫോഴ്സാണ്, എഫ് വൈയും എഫ് സെഡും നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, ദെൻ ഷിയർ സ്ട്രെയിൻ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ, ഷിയർ മോഡുലസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ, ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഇതിൻ്റെ നമുക്ക് ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ഈക്വൽ ടു എഫ് എൽ ബൈ എ ജി. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നോക്കുമ്പോൾ ഇവിടുത്തെ ഡെൽറ്റ എന്ന് വെച്ചാൽ ഡിഫ്ലക്ഷനാണ്. ഓക്കെ, ദോർഫോർ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈക്വൽ ടു എഫ് വൈ ഡി എസ് ബൈ എ ജി. ഇവിടെ എഫ് സെറ്റ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ എഫ് വൈ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു എഫ് വൈ ഡി എസ് ബൈ എ ജി. ഓക്കെ, പിന്നെ ദാറ്റ് സ്ട്രെയിൻ എനർജി ഈക്വൽ ടു ഹാഫ് ഫോഴ്സ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. ഓക്കെ, ദോർഫോർ യു ടു ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to s, അതായത് ഹോൾ ലെങ്ത് കൺസിഡർ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to s ഹാഫ് എഫ് വൈ ഇൻറ്റു എഫ് വൈ ഡി എസ് ബൈ എ ജി. ദോർഫോർ യു ടു ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to s ഹാഫ് എഫ് വൈ സ്ക്വയർ ഡി എസ് ബൈ എ ജി. നോ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റിൽ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാം. ഓക്കെ, വി നോ ദാറ്റ് ആർക്ക് ലെങ്ത് ഈക്വൽ ടു ആംഗിൾ ഇൻറ്റു റേഡിയസ്. നമ്മൾ സർക്കിളിൽ പഠിച്ചൊരു ഇക്വേഷനാണ്. ഓക്കെ, അതിൻ്റെ അത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്താൽ തീറ്റ ഈക്വൽ ടു ഡി എസ് ബൈ ആർ. ഓക്കെ അല്ലേ? പിന്നെ ദാറ്റ് ബെൻഡിങ് തിയറി ഇക്വേഷൻ ഇസ് ഈക്വൽ ടു എം ബൈ ഐ ഈക്വൽ ടു ഇ ബൈ ആർ ഈക്വൽ ടു എഫ് ബൈ വൈ. ഇതിനകത്ത് നമുക്ക് ഈ 2 ഇക്വേഷൻ മാത്രം ഇട്ടാൽ നമുക്ക് ആറിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു ഇ ഐ ബൈ എം. ഓക്കെ, ഇനി ഈ ആറിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കിട്ടിയ തീറ്റ ഈക്വൽ ടു ഡി എസ് ബൈ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും തീറ്റ ഈക്വൽ ടു ഡി എസ് എം ബൈ ഇ ഐ. ഓക്കെ അല്ലേ? ഈ സിറ്റുവേഷനിൽ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഡിഫ്ലക്ഷനാണ്. ദോർഫോർ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈക്വൽ ടു ഡി എസ് എം ബൈ വൈ ഇ ഐ. ഓക്കെ, നൗ we know that strain energy is equal to half force into deflection.
ഓക്കെ, ഇവിടുത്തെ ഫോഴ്സ് അല്ല, ഇവിടെ ബെൻഡിങ് മൊമെൻ്റാണ്, മൊമെൻ്റമാണ് എടുക്കേണ്ടത്. നമുക്കറിയാം ബെൻഡിങ് മൊമെൻ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് MYയും MZ ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് MY മാത്രമാണ്. MZ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ദഫോർ U3 ഈക്വൽ ടു ഹാഫ് MY ഇൻറ്റു MY DS/EI. ഓക്കെ, നമ്മൾ ഹോൾ ലെങ്ത് കൺസിഡർ ചെയ്യുമ്പം U3 ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to S ഹാഫ് MY² DS/EI. ഇനി നമുക്ക് ടോർക്കിലെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാം. നമുക്ക് ടോർസിൻ്റെ ഇക്വേഷൻ അറിയാം, T/J ഈക്വൽ ടു G⁻L. ഓക്കെ, ഇതിൻ്റെ അകത്ത് തീറ്റേൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും, തീറ്റ ഈക്വൽ ടു TL/GJ. ഓക്കെ, ദഫോർ ഡെൽറ്റ ഈക്വൽ ടു TX DS/GJ. ഇവിടെ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് TX ആണ്, അതായത് X ഡയറക്ഷനിലാണ് ടോർക്ക് ഉള്ളത്. ദഫോർ TX DS/GJ. സ്ട്രെയിൻ എനർജി U is equal to half force into deflection. Therefore U4 equal to half TX into TX DS/GJ. So U4 for the whole length, integral 0 to S half TX² DS/GJ. Okay, so total strain energy U equal to half U1 plus U2 plus U3 plus U4. Okay, U1 for axial force is this, U2 shear force, U3 bending moment, U4 torque. Next topic, Maxwell's reciprocal relation. ഈ റിലേഷൻ എന്താണ് പറയുന്നത് വെച്ചാൽ, ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് A12 ഈക്വൽ ടു ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് A21. എന്താണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഒക്കെ നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ പ്രൂഫ്. കൺസിഡർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് ലെങ്ത് AB. അതിൻ്റെ അകത്ത് പൊസിഷൻ 1 നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, F1 അതിന് ഫോഴ്സ് കൊടുത്തു. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് റിഫ്ലക്ഷൻ Δ1. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തൊരു സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സ്ട്രെയിൻ എനർജി U ഈക്വൽ ടു ഹാഫ് ഫോഴ്സ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. ഓക്കെ, ദെൻ U1 ഈക്വൽ ടു ഹാഫ് F1 ഇൻറ്റു Δ1. ഓക്കെ, നമുക്കറിയാം സ്ട്രെയിൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ്. ഓക്കെ, നമുക്കതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് സ്ട്രെയിൻ നമ്മൾ ഡെൽറ്റ എൽ എടുക്കുന്നു, സ്ട്രെസ് നമ്മൾ ഫോഴ്സ് എടുക്കുന്നു. അപ്പോൾ ഡെൽറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. ഓക്കെ അല്ലേ? ഇനി പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഒരു കോൺസ്റ്റൻറ്റ് വരും. ആ കോൺസ്റ്റൻ്റ് ആണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽറ്റ ഈക്വൽ ടു AF. A ആണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, നമുക്കറിയാം Δ1 ഈക്വൽ ടു A1 F1. ദാറ്റ് ഈസ് Δ1 ഈസ് ഈക്വൽ ടു A1 F1. ഓക്കെ, ഇനി Δ1 നമുക്ക് U1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore we get U1 equal to half F1 A1 into F1. ഓക്കെ, നമുക്കൊന്ന് അറേഞ്ച് ചെയ്യുമ്പം U1 equal to half F1 square A1. ഇനി നമുക്ക് ഇതേ സെയിം ബീമിൽ തന്നെ F1 ഫോഴ്സ് അവിടെ വെച്ചുകൊണ്ട് തന്നെ വേറൊരു പൊസിഷൻ, സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് F2 എന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് ഈ ഫിഗറിൽ കാണിച്ചത്. ഓക്കെ, ഇനി നമ്മൾ F2 ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ. F2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷനാണ് Δ2. ഓക്കെ, ഇനി നമ്മൾ ഓർക്കണം, നമ്മൾ ഫസ്റ്റ് F1 അവിടെ വെച്ചുകൊണ്ടാണ് F2 നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പൊസിഷൻ 1ൽ ഓൾറെഡി ഒരു ഡിഫ്ലക്ഷൻ ഇൻക്രിമെൻ്റ് ഉണ്ടാവും. ആ ഇൻക്രിമെൻ്റ് ആ ഡിഫ്ലക്ഷനാണ് Δ21. ഒന്ന് നോക്കിയാൽ മതി. F1 അവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ F2 വേറൊരു പൊസിഷനിൽ കൊടുത്തു. അപ്പം F1ലുണ്ടായ ഡിഫ്ലക്ഷൻ്റെ കുറച്ച് ഇൻക്രിമെൻ്റ് ഉണ്ടാവും. ആ ഇൻക്രിമെൻ്റ് ആയ ഡിഫ്ലക്ഷനാണ് Δ21. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാം. ദഫോ U2 ഈക്വൽ ടു ഹാഫ് F2 Δ2, അതായത് പൊസിഷൻ 2ലെ സ്ട്രെയിൻ എനർജി പ്ലസ് ഈ ഇൻക്രിമെൻ്റ് ആയത് F1 Δ12. Δ12 എന്ന് വെച്ചാൽ Δ12 എന്ന് പറഞ്ഞാൽ പൊസിഷൻ 1ൽ F2 കൊണ്ടുണ്ടായ ഡിഫ്ലക്ഷനാണ് Δ12. ഓക്കെ, വിചാരിക്കുമ്പോൾ ഒരു ഹാഫ് കൂടെ വേണ്ടേ പറയാം. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, ഏരിയ അണ്ടർ ദി ലോഡ് ഡിഫ്ലക്ഷൻ കർവാണ് സ്ട്രെയിൻ എനർജി. നമുക്കതൊന്ന് നോക്കാം. പൊസിഷൻ വണ്ണിലെ നമുക്ക് സ്ട്രെയിൻ എനർജി നമുക്ക് ഗ്രാഫ് ചെയ്ത് നോക്കാം ഒരിക്കൽ. ഇതിപ്പോൾ നമ്മൾ ഗ്രാഫ് ചെയ്യുമ്പം ഫോഴ്സ് വരുന്നത് F1 ആണ്, F1 ഡിഫ്ലക്ഷൻ വരുന്നത് Δ1 ആണ്. ഓക്കെ, നമ്മൾ F2 ആഡ് ചെയ്ത് തരാം, ഒരു എക്സ്ട്രാ ഇൻക്രിമെൻഷൻ Δ21 ഉണ്ടായി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ അഡീഷണൽ സ്ട്രെയിൻ എനർജി. നമുക്ക് അതേ ആവശ്യമുള്ളൂ. ഈ ടോട്ടൽ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചു, ഇതിലൂടെ കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് ഇതാണ് വേണ്ടത്. ഇതെന്താണ്? റെക്റ്റാങ്കിൾ അല്ലേ? ഓക്കെ, അതിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ദഫോർ ലെങ്ത് ഈസ് ഈക്വൽ ടു Δ12 ബ്രെഡ്ത്ത് ഈക്വൽ ടു F1. അതാണ് F1 Δ12 കിട്ടിയത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഈ Δ2നെയും Δ12നെയും ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് റീപ്ലേസ് ചെയ്യണം. ദാറ്റ് ഈസ് Δ2 ഈക്വൽ ടു F2 A2 ആൻഡ് Δ12 ഈസ് ഈക്വൽ ടു A12 F2. ഓക്കെ, അത് മാറ്റി എഴുതുമ്പം U2 ഈക്വൽ ടു ഹാഫ് F2 സ്ക്വയർ A1 പ്ലസ് F1 F2 A1. Therefore total energy U dash equal to U1 plus U2. That is U1 equal to half F1 square A1 plus half F2 square A2 plus F1 F2 A12. അതായത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. അതായത് സെക്കൻഡ് പൊസിഷനിൽ F2 ഫോഴ്സ് ആദ്യം അപ്ലൈ ചെയ്തു. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഡിഫ്ലക്ഷൻ Δ2.
ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് U2, സെക്കൻഡ് പൊസിഷൻ U2 ഈക്വൽ ഹാഫ് F2² A2. അതായത് ഡെൽറ്റേൻ്റെ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് കിട്ടിയ ഇക്വേഷനാണ് U2 ഈക്വൽ ടു ഹാഫ് F2² A2. അത് നേരത്തെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ സിമ്പിളാണ്. ഓക്കെ, U2 ഈക്വൽ ടു ഹാഫ് F2² A2. ഓക്കെ, ഇനി നമുക്ക് F2 വെച്ചുകൊണ്ട് തന്നെ പൊസിഷൻ 1-ൽ F1 ഫോഴ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫ്ലക്ഷൻ Δ1. ഇനി F2-ൽ ഒരു ഇൻക്രിമെൻറ്റേഷൻ ഉണ്ടാകും, അതാണ് Δ21. അതായത് പൊസിഷൻ 2-ൽ F1 കൊണ്ടുണ്ടായ ഡിഫ്ലക്ഷനാണ് Δ21. പൊസിഷൻ 2-ൽ F1 കൊണ്ടുണ്ടായ ഡിഫ്ലക്ഷൻ Δ21. ഓക്കെ, ഇനി നേരത്തെ പോലെ തന്നെ അവിടുത്തെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുമ്പോൾ U1 ഈക്വൽ ടു ഹാഫ് F1² A1 പ്ലസ് F1 F2 A21 കിട്ടും. മീൻസ് കൺസെപ്റ്റ് തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. Therefore total energy is equal to U1 plus U2, that is U double dash equal to half F2² A2 plus F1 F2 A21. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു വെയിങ് സ്കെയിലിൽ 50 ഗ്രാം ഒരു സാധനം വെച്ചു. ഓക്കെ, രണ്ടാമത് 70 ഗ്രാം വെച്ചു. ഓക്കെ, റീഡിങ് 120 ഗ്രാം ആയിരിക്കുമല്ലോ. നെക്സ്റ്റ് സിറ്റുവേഷനിൽ ആദ്യം 70 ഗ്രാം വെച്ചു, പിന്നെ 50 ഗ്രാം വെച്ചു, എന്നാലും റീഡിങ് 120 സെയിം. അതേപോലെ തന്നെയാണ് സ്ട്രെയിൻ എനർജി. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സ്ട്രെയിൻ എനർജി. ഓക്കെ, സോ U ഡാഷ് ഈസ് ഈക്വൽ ടു U ഡബിൾ ഡാഷ്. ഓക്കെ, അതായത് ഹാഫ് F1² A1 പ്ലസ് ഹാഫ് F2² A2 പ്ലസ് F1 F2 A12 ഈക്വൽ ടു ഹാഫ് F2² A2 പ്ലസ് ഹാഫ് F1² A1 പ്ലസ് F1 F2 A21. ഓക്കെ, അതൊന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് A21 ഈക്വൽ ടു A12. This is Maxwell's relation. Next topic, Maxwell's Betty reciprocal relation. Okay, നമ്മൾ നേരത്തെ കണ്ടു Δ12 ഈക്വൽ ടു ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് A12 ഇൻറ്റു F2 ആൻഡ് Δ21 ഈക്വൽ ടു A21 F1. ഓക്കെ അല്ലേ? ഇനി മാക്സ്വെൽസ് റെസിപ്രോക്കൽ റിലേഷൻ പ്രകാരം ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് A12 ഈക്വൽ ടു ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് A21. ഓക്കെ അല്ലേ? ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് നോക്കാം. നമുക്ക് കിട്ടും Δ12/F2 ഈക്വൽ ടു Δ21/F1. ഓക്കെ, നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടും F1 Δ12 ഈക്വൽ ടു F2 Δ21. ഓക്കെ, പിന്നെ ദാറ്റ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് വർക്ക്. ഓക്കെ, അത് മനസ്സിൽ വെച്ചോ. ഇനി നമുക്കിതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ ഫസ്റ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് F1, ഫസ്റ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഡ്യൂ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സ്. ഇതാണ് Δ12 ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി സെക്കൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ ഫസ്റ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഡ്യൂ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സ്. ഓക്കെ, ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ബൈ ദ സെക്കൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഡ്യൂ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫസ്റ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ് ടോപ്പിക്, കാസ്റ്റിക്ലിയാനോസ് തിയറം. The partial derivative of strain energy function with respect to the force will be the displacement in the direction of the force. That is mathematically dou U by dou F equal to x. The partial derivative of strain energy function with respect to the force will be the displacement in the direction of the force. Okay, നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. Let us consider a simply supported beam of span length AB. Okay, മൂന്ന് പൊസിഷനിൽ മൂന്ന് ഫോഴ്സ് കൊടുത്തു, F1, F2, X3, F3. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻ X1, X2, X3. ഓക്കെ, നൗ കൺസിഡറിങ് ദ പോയിൻറ്റ്സ് 1, 2, 3 ഇൻഡിവിജ്വലി. ഇതിനാണ് സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാൻ തന്നെ. Therefore U1 equal to half X1 F1 X1, U2 equal to half X2 F2 X2. Okay, U3 equal to half F3 X3. Okay, therefore total strain energy U equal to U1 plus U2 plus U3, that is half F1 X1 plus half F2 X2 plus half F3 X3. Okay, now let's add delta F1 to the point 1. ഓക്കെ, അപ്പം ഒരു എക്സ്ട്രാ ഇൻക്രിമെൻറ്റേഷൻ ഉണ്ടാവും. നേരത്തെ മാക്സ്വെല്ലിൽ പറഞ്ഞ പോലെ തന്നെ, ദാറ്റ് ഈസ് പൊസിഷൻ 1-ൽ Δ(x1), പൊസിഷൻ 2-ൽ Δ(x2), പൊസിഷൻ 3-ൽ Δ(x3) ഇൻക്രിമെൻറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, നൗ കൺസിഡറിങ് ദ പോയിൻറ്റ്സ് 1, 2, 3 ഇൻഡിവിജ്വലി ടു ഫൈൻഡ് ഔട്ട് ദി അഡീഷണൽ സ്ട്രെയിൻ എനർജി. നമുക്ക് വേണ്ടത് അഡീഷണൽ സ്ട്രെയിൻ എനർജിയാണ്. ദാറ്റ് ഈസ് Δ(x1) ഉണ്ടാക്കിയ സ്ട്രെയിൻ എനർജി. ഓക്കെ, അത് നമുക്ക് ഗ്രാഫ് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, പോയിൻറ്റ് 1-ൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ F1 ഫോഴ്സിൽ നമുക്ക് X1 ഡിഫ്ലക്ഷൻ കിട്ടി. ഓക്കെ, Δ(x1) അന്നേരം Δ(f1) അന്നേരം നമുക്ക് എക്സ്ട്രാ Δ(x1) ഒരു ഫോഴ്സ്, ഒരു ഡിഫ്ലക്ഷൻ വന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് അഡീഷണൽ സ്ട്രെയിൻ എനർജിയാണ്. ദെർഫോർ ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ മാത്രമേ നമുക്ക് വേണ്ടു. ഷെയ്ഡ് ചെയ്ത ഏരിയ മാത്രമേ നമുക്ക് വേണ്ടു. നമുക്ക് നോക്കിയാൽ അറിയാം, ഇതൊരു ട്രയാങ്കിളാണ്, ഇതൊരു റെക്റ്റാങ്കിളാണ്. ദെർഫോർ ഇതിൻ്റെ ഏരിയയും പ്ലസ് ചെയ്താൽ നമുക്ക് പൊസിഷൻ 1-ലെ അഡീഷണൽ സ്ട്രെയിൻ എനർജി കിട്ടി.
okay, that is delta u1 additional ആണല്ലോ, therefore delta u1 equal to half ഇതിൻ്റെ ഏരിയ half dou f1 into dou x2, okay, plus f1 dou x, f1 delta x, ഓക്കെ അല്ലേ. ഇതിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഓക്കെ. നൗ പൊസിഷൻ 2 dou u2 equal to ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, റെക്റ്റാങ്കിൾ ആണല്ലോ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് f2 ഇൻറ്റു ഡെൽറ്റ x2, ഓക്കെ. സിമിലർലി പോയിൻറ്റ് 3ൽ ഡെൽറ്റ u3 ഈക്വൽ ടു f3 ഡെൽറ്റ x3, ഓക്കെ. ഇതിൻ്റെ സം എടുക്കാം, അതായത് നെറ്റ് അഡീഷണൽ സ്ട്രെയിൻ എനർജി ഡെൽറ്റ u ഈക്വൽ ടു ഡെൽറ്റ u1 പ്ലസ് ഡെൽറ്റ u2 പ്ലസ് ഡെൽറ്റ u3, ഓക്കെ. അത് ആഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ u ഈക്വൽ ടു f1 ഡെൽറ്റ x1 പ്ലസ് f2 ഡെൽറ്റ x2 പ്ലസ് f3 ഡെൽറ്റ x3 കിട്ടും. നൗ ലെറ്റ്സ് കൺസിഡർ റിഫ്ലക്ഷൻ ആസ് എ ഹോൾ, അതായത് ഡെൽറ്റ u പ്ലസ് u, അതായത് അഡീഷണൽ സ്ട്രെയിൻ എനർജി പ്ലസ് സ്ട്രെയിൻ എനർജി ഈക്വൽ ടു ഹാഫ് പൊസിഷൻ 1 ഉള്ളത് f1 ഡെൽറ്റ f1 ഇൻറ്റു x1 ഡെൽറ്റ x1, ഓക്കെ, പ്ലസ് പൊസിഷൻ 2 ഉള്ളത് ഹാഫ് f2 x2 പ്ലസ് ഡെൽറ്റ x2 പ്ലസ് ഹാഫ് f3 ഇൻറ്റു x3 പ്ലസ് ഡെൽറ്റ x3, ഓക്കെ. ഇനി അതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്താൽ ഇങ്ങനെ കിട്ടും, ഹാഫ് f1 x1 പ്ലസ് ഹാഫ് f2 x2 പ്ലസ് ഹാഫ് f3 x3 പ്ലസ് ഹാഫ് f1 ഡെൽ x1 പ്ലസ് ഹാഫ് f2 ഡെൽ x2 പ്ലസ് ഹാഫ് f3 ഡെൽറ്റ x3 പ്ലസ് ഹാഫ് ഡെൽറ്റ f1 x1. നമുക്കറിയാം ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തരാം, നമുക്ക് u കിട്ടിയത് ഹാഫ് f1 x1 പ്ലസ് ഹാഫ് f2 x2 പ്ലസ് ഹാഫ് f3 x3 ആണ്, അത് തന്നെയാണ് ഇത്. therefore ഇത് u ആണ്. പിന്നെ ഹാഫ് f1 ഡെൽറ്റ x1 പ്ലസ് ഹാഫ് f2 ഡെൽറ്റ x2 പ്ലസ് ഹാഫ് f3 ഡെൽറ്റ x3 നമുക്ക് ഡെൽറ്റ u ആയിട്ട് കമ്പയർ ചെയ്യാം, അത് ഹാഫ് ഡെൽറ്റ u ആണ് ഇവിടെ ഉള്ളത്. therefore നമുക്കത് മാറ്റി എഴുതാം. അപ്പോൾ u പ്ലസ് ഡെൽറ്റ u ഈക്വൽ ടു u പ്ലസ് ഹാഫ് ഡെൽറ്റ u പ്ലസ് ഹാഫ് ഡെൽറ്റ f1 x1, ഓക്കെ അല്ലേ. നമുക്കിവിടെ u ഉണ്ട്, ഇവിടെ ഡെൽറ്റ u ഉണ്ട്, ഹാഫ് ഡെൽറ്റ u ഉണ്ട്, അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഹാഫ് ഡെൽറ്റ u ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ f1 x1, ഓക്കെ. ഹാഫും കട്ടാക്കി, അപ്പോൾ ഡെൽറ്റ u ഈക്വൽ ടു ഡെൽറ്റ f1 x1. ഇനി ഡെൽറ്റ f1 നമുക്ക് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, അപ്പോൾ ഡെൽറ്റ u ബൈ ഡെൽറ്റ f1 ഈക്വൽ ടു x1. ഇതാണ് നമുക്ക് കാസിഗ്ലിയാനോസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ദ ഫോഴ്സ് വിൽ ഗീവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് f1 x1, hence proved. Find the deflection at C, ഓക്കെ. ഇതൊരു സ്റ്റെപ്പ്ഡ് കാൻറ്റിലിവർ ബീമാണ്, ഇതിൻ്റെ A to B ലെങ്ത് 4 മീറ്ററാണ്, B to C 4 മീറ്ററാണ്. ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷനിലെ ഫ്ലെക്സിബിൾ റിജിഡിറ്റിൻ്റെ വാല്യൂ EI ആണ്, സെക്കൻഡ് സെക്ഷൻ 16 EI ആണ്, EIൻ്റെ വാല്യൂ 220 മെഗാ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്, ഓക്കെ. അപ്പം ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഡിഫ്ലക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫോഴ്സാണ്. ഈ ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നത് ബെൻഡിങ് മൊമെൻ്റ് ആണ്. ദഫോ നമുക്കറിയാം സ്ട്രെയിൻ എനർജിയും ബെൻഡിങ് മൊമെൻ്റ് നമ്മൾ ഇക്വേഷൻ മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് u ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു എസ് എം സ്ക്വയർ ds ബൈ 2EI, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തെടുത്തതാണ്, ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചാൽ ആ ഇക്വേഷൻ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ഉത്തരം കിട്ടും, അതായത് സ്ട്രെയിൻ എനർജി കിട്ടിയാൽ നമുക്ക് കാസ്റ്റിഗ്ലിയാനോസ് തിയറം ഉപയോഗിച്ചിട്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ആദ്യം ബെൻഡിങ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാം, ഓക്കെ. ബെൻഡിങ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യും, XX സെക്ഷൻ കൺസിഡർ ചെയ്തു, ഓക്കെ. ഇത് നമ്മൾ ബെൻഡിങ് മൂവ്മെൻറ്റ് അറ്റ് സെക്ഷൻ XX നമ്മൾ കണ്ടുപിടിക്കണം, ഈക്വൽ ടു മൈനസ് WX. ഇവിടെ W എടുത്തതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യാനുണ്ട്, ഡെറിവേറ്റും ചെയ്യാനുണ്ട്. അപ്പോൾ 20 എടുത്താൽ ചിലപ്പോൾ കോൺസ്റ്റൻ്റ് എടുത്താൽ ചിലപ്പോൾ ഉത്തരം തെറ്റാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ W എന്നൊരു വാല്യൂ എടുത്ത് W എന്നൊരു വേരിയബിൾ എടുത്തത്, ഓക്കെ. അപ്പോൾ നമ്മൾ സൈൻ കൺവെക്ഷൻ പ്രകാരം മൈനസ് WX ബെൻഡിങ് മൂവ്മെൻറ്റ് കിട്ടും. ദഫോ ഈ മൈനസ് WX ബെൻഡിങ് മൂവ്മെൻറ്റ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദഫോ ഇൻറ്റഗ്രൽ 0 to 4, അതായത് ഫസ്റ്റ് സെക്ഷൻ EI വാല്യൂ രണ്ടിനും ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ രണ്ട് ലിമിറ്റ് കൊടുത്ത് ചെയ്തത്, ഓക്കെ. ദഫോ ഇൻറ്റഗ്രൽ 0 to 4 മൈനസ് WX ഹോൾ സ്ക്വയർ ബെൻഡിങ് മൂവ്മെൻറ്റ് ds ബൈ 2EI പ്ലസ് ഇൻറ്റഗ്രൽ 4 to 8, അതായത് 4 to 8 മൈനസ് WX സ്ക്വയർ ഇൻറ്റഗ്രൽ WX സ്ക്വയർ ds ബൈ 2 ഇൻറ്റു 16EI. അത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് W സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 ലിമിറ്റ് 0 to 4 ബൈ 1 ബൈ 2EI പ്ലസ് W സ്ക്വയർ എക്സ് ക്യൂബ് ബൈ 3 ലിമിറ്റ് 4 to 8 1 ബൈ 32EI, 2 ഇങ്ങോട്ട് ഇൻറ്റു ചെയ്തു 32EI, ഓക്കെ. ഇനി ഇത് ചെയ്തിട്ട് നമുക്ക് വാല്യൂ കിട്ടുന്നത് യുവിൻ്റെ വാല്യൂ കിട്ടുന്നത് 6.97 ഇൻറ്റു 10⁻⁻⁵ W സ്ക്വയർ ആണ്, ഓക്കെ.
നമ്മൾ കാസ്റ്റിക്ലിയാനസ് തിയറം ഉപയോഗിക്കുന്നത്, അതായത് ഡെൽറ്റ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ഡബ്ല്യു. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ ഡെറിവേറ്റ് ചെയ്താൽ നമുക്ക് ഡെൽറ്റ കിട്ടും, അതായത് ഡിഫ്ലക്ഷൻ അറ്റ് ദ സി കിട്ടും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ഡബ്ല്യു ഓഫ് 6.97 ഇൻറ്റു 10⁻⁻5 ഡബ്ല്യു സ്ക്വയർ. ഡെറിവേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, ഡബ്ല്യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2w, ഡബ്ല്യുവിൻ്റെ വാല്യൂ 20 ഇട്ട് കൊടുത്തു. അപ്പോൾ അവസാനം നമുക്ക് ഉത്തരം കിട്ടുന്നത് 2.78 മില്ലിമീറ്ററാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനൊരു സിസ്റ്റം തന്നാൽ നമ്മൾ ആദ്യം ഇതിനെ 2 സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ സെക്ഷനായിട്ടും വെർട്ടിക്കൽ സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് സെപ്പറേറ്റ്ലി അതിൻ്റെ രണ്ടിൻ്റെയും സ്ട്രെയിൻ എനർജി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സം, ദാറ്റ് ഈസ് ടോട്ടൽ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് ആ സ്ട്രെയിൻ എനർജി നമ്മൾ കാസ്റ്റിക്ലിയാനസ് തിയറം ഉപയോഗിച്ചാൽ നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടും. ഓക്കെ, ഇതാണ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹൊറിസോണ്ടൽ സെക്ഷൻ്റെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാം. നമുക്ക് ഈ സെക്ഷൻ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഡിഫ്ലക്ഷൻ വരാൻ കാരണം ഈ ബെൻഡിങ് മൊമെൻ്റാണ്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റും സ്ട്രെയിൻ എനർജിയും നമ്മുടെ റിലേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് UAB ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a m² ds/2EI. നമ്മൾ ഇത് മുമ്പേ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ കൺസിഡർ എ സെക്ഷൻ XX അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം A. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ കൺവേർഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് MXX ഈക്വൽ ടു -WX. ഓക്കെ അല്ലേ, നമുക്ക് ഈ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ UAB ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a ഇൻറ്റു -WX ദ ഹോൾ സ്ക്വയർ dx/2EI. ഓക്കെ, ഇനി നമുക്കതിൻ്റെ കോൺസ്റ്റൻ്റൊക്കെ പുറത്ത് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റൊക്കെ കൊടുത്താൽ നമുക്ക് കിട്ടും UAB ഈക്വൽ ടു W²A3/6EI. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ്റെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാം. ഓക്കെ, രണ്ടാമത്തെ സെക്ഷൻ്റെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാൻ കൺസിഡർ സെക്ഷൻ YY. ഓക്കെ, ഇവിടുത്തെയും ഫോഴ്സ് W ആണ്, ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെൻ്റ് ആണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഫ്ലക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, ദെർഫോർ വി നോ ദാറ്റ് UBC, ഈ സെക്ഷൻ്റെ UBC ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to b, ഇവിടുത്തെ ഡിസ്റ്റൻസ് B ആണ്. ഓക്കെ, 0 to b m² dy/2EI. ഇത് V ആണ് കേട്ടോ, സോറി. ഇൻ്റഗ്രൽ 0 to b m² dy/2EI. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് MYY ഈക്വൽ ടു WA. മനസ്സിലുള്ളൂ, സൈൻ കൺവേർഷൻ വെച്ച് നമുക്ക് WA കിട്ടും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്. ഓക്കെ, WA നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് UBC ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to b WA ദ ഹോൾ സ്ക്വയർ dy/2EI. ഓക്കെ, നമ്മൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റൊക്കെ കൊടുത്താൽ നമുക്ക് കിട്ടും UBC ഈക്വൽ ടു W²A² b/2EI. ഓക്കെ, നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് U ഈക്വൽ ടു UAB പ്ലസ് UBC. ദാറ്റ് ഈസ് U ഈക്വൽ ടു W²A3/6EI പ്ലസ് W²A² b/2EI. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും W²A² കോമൺ ആണ്. ദെർഫോർ W²A² നമ്മൾ പുറത്തേക്ക് കോമൺ ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ 6EI കോമൺ ആയിട്ട് എടുത്തു. അതിനെ കമ്പൻസേറ്റ് ചെയ്യാൻ നമ്മളൊരു 3 ഇവിടെ ആഡ് ചെയ്തു. ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് കിട്ടും U ഈക്വൽ ടു W²A²/6EI ഇൻറ്റു A പ്ലസ് 3B. ഓക്കെ, അപ്പോൾ കാസ്റ്റിക്ലിയാനസ് തിയറം പ്രകാരം ഡെൽറ്റ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ഡബ്ല്യു, ഇവിടുത്തെ ഫോഴ്സ് W ആണല്ലോ. ദെർഫോർ ഡെൽറ്റ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ഡബ്ല്യു. നമുക്കത് ഡെറിവേറ്റ് ചെയ്യാം. ദെർഫോർ ഡെൽറ്റ ഈക്വൽ ടു d/dw ഓഫ് W²A²/6EI ഇൻറ്റു A പ്ലസ് 3B. നമ്മൾ ഇൻ്റർവേറ്റ് ചെയ്ത് നമുക്ക് വാല്യൂ കിട്ടും ഡെൽറ്റ ഈക്വൽ ടു WA² ഇൻറ്റു A പ്ലസ് 3B/3EI. ഇതാണ് ഈ സെക്ഷൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഈ സെക്ഷൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ സെക്ഷനും ലാസ്റ്റ് സെക്ഷനും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആണ് വ്യത്യാസം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നേരത്തെ വെർട്ടിക്കൽ ഡൗൺ ആയിരുന്നു, ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. ഓക്കെ, ബട്ട് പ്രോസസ്സ് എല്ലാം സെയിം ആണ്. ദാറ്റ് ഈസ് 2 സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഇൻഡിവിജ്വലി സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാം, അതിനെ ടോട്ടൽ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാം, എന്നിട്ട് അതും കാസ്റ്റിക്ലിയാനസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഫോളോ ദാറ്റ്. ആദ്യം നമുക്ക് ഹൊറിസോണ്ടൽ സെക്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പം ഹൊറിസോണ്ടൽ സെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടുത്തെ ഡിഫ്ലക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് ഇതാണ്, ഈ W ആണ്, ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. അതൊരു ആക്സിയൽ ഫോഴ്സ് ആണ്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെ ക്രോസ് സെക്ഷനാണ് ആക്ട് ചെയ്യണത്. ഫോർ ഇറ്റ്സ് എൻ ആക്സിയൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ആക്സിയൽ ഫോഴ്സും സ്ട്രെയിൻ എനർജി തമ്മിൽ റിലേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് UAB ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a W² dx/2AE. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺസ്റ്റൻ്റ് ഒക്കെ പുറത്തെടുക്കാം. ഇവിടെ വേരിയബിൾസ് ഒന്നുമില്ല, എക്സ് അല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേരിയബിൾസ് ഒന്നുമില്ല, അപ്പോൾ കോൺസ്റ്റൻ്റ് ഒക്കെ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് UAB ഈക്വൽ ടു W² /2AE ഇൻ്റഗ്രൽ 0 to a dx.
ഓക്കെ, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും യു എ ബി ഈക്വൽ ടു ഡബ്ല്യു സ്ക്വയർ എ ബൈ 2AE. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ്റെ സ്ട്രെയിൻ എനർജി കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഡിഫ്ലക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫോഴ്സാണ് ഡബ്ല്യു, ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെൻ്റാണ് ഇവിടെ ഡിഫ്ലക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കാം, അതായത് സ്ട്രെയിൻ എനർജിയും ബെൻഡിങ് മൊമെൻ്റ് തമ്മിൽ ഇക്വേഷൻ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചതാണ്. ദാറ്റ് ഈസ് യു ബി സി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to b m സ്ക്വയർ dy ബൈ 2EI. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് കൺസിഡർ എ സെക്ഷൻ y അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം b. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ കൺവേഴ്സ് ഉപയോഗിച്ചാൽ നമുക്ക് ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് my ബൈ ഈക്വൽ ടു wy. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ wyയെ ഫസ്റ്റ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് യു ബി സി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to b wy ദ ഹോൾ സ്ക്വയർ dy ബൈ 2EI. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കോൺസ്റ്റൻ്റ് പുറത്ത് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടും യു ബി സി ഈക്വൽ ടു ഡബ്ല്യു സ്ക്വയർ ബൈ 2EI y³ ബൈ 3 ടു ലിമിറ്റ് 0 to b. ഓക്കെ, അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും യു ബി സി ഈക്വൽ ടു ഡബ്ല്യു സ്ക്വയർ b³ ബൈ 6EI. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ടോട്ടൽ സ്ട്രെയിൻ എനർജി യു ഈക്വൽ ടു യു എ ബി പ്ലസ് യു ബി സി. ദാറ്റ് ഈസ് യു ഈക്വൽ ടു യു സ്ക്വയർ എ ബൈ 2AE പ്ലസ് ഡബ്ല്യു സ്ക്വയർ b³ ബൈ 6EI. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ടേമെല്ലാം പുറത്തെടുത്ത് നമുക്ക് കിട്ടും യു ഈക്വൽ ടു ഡബ്ല്യു സ്ക്വയർ ബൈ 2 ഇൻറ്റു എ പ്ലസ് AE ബൈ b³ ബൈ 3EI. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പ് ക്ലിയർ ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് കാസ്റ്റിക്ലിയാനോ തിയറം ഉപയോഗിക്കും. ദാറ്റ് ഈസ് കാസ്റ്റിക്ലിയാനോ തിയറം ഡെൽറ്റ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ഡബ്ല്യു. ഇത് ഡബ്ല്യു ആട്ടോ വേണ്ടേ, മൈ മിസ്റ്റേക്ക്. ദാറ്റ് ഈസ് ഡെൽറ്റ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ഡബ്ല്യു. Therefore delta equal to dou u by dou w of w square by 2 a by AE plus b³ by 3EI. ഓക്കെ, ഇനി അത് ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും ഡെൽറ്റ ഈക്വൽ ടു എ ബൈ AE പ്ലസ് b³ ബൈ 3EI ഇൻറ്റു ഡബ്ല്യു. ഓക്കെ അല്ലേ? അപ്പം ഈ സെക്ഷൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇനി ഇതേപോലത്തെ സെക്ഷൻ നമുക്ക് ചിലപ്പം ഒരു എക്സ്റ്റൻഷൻ കൂടി ഉണ്ടാകും, അതായത് താഴത്തേക്ക് ഒരു എക്സ്റ്റൻഷൻ കൂടി ഉണ്ടാകും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം മൂന്നിൻ്റെയും സെപ്പറേറ്റ്ലി സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുക, ടോട്ടൽ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുക, കാസ്റ്റിക്ലിയാനോ ത്രൂ വെച്ച് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. ഇതാണ് പ്രോസസ്സ്. ഏത് സെക്ഷൻ എന്താണ്, ഇതാണ് സെയിം പ്രോസസ്സ്. ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാനുണ്ട്. നമ്മൾ മുന്നേ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ആക്സിയൽ ഫോഴ്സ്, ഡ്യൂ ടു ഷിയർ ഫോഴ്സ്, ഡ്യൂ ടു മൂവ്മെൻറ്റ്, ഡ്യൂ ടു ടോർക്ക് നമ്മൾ ഡെറൈവ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ആക്സിയൽ ഫോഴ്സ്, ഷിയർ ഫോഴ്സ്, മൊമെൻറ്റം, ടോർക്ക് നമുക്ക് ഡെറൈവ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ആക്സിയൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. യു ആക്സിയൽ ഫോഴ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to s f സ്ക്വയർ ds ബൈ 2AE. ഓക്കെ, അപ്പോൾ കാസ്റ്റിക്ലിയാനോ തിയറം പ്രകാരം ഡോ യു ബൈ ഡോ എഫ് ഇസിക്കൽ ടു ഡെൽറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റേൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഡെൽറ്റ ഈക്വൽ ടു ഡോ യു ബൈ ഡോ എഫ് ഓഫ് യു. ദാറ്റ് ഈസ് യു ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to s f സ്ക്വയർ ds ബൈ 2AE. ഓക്കെ, ഇനി നമ്മളതിനെ ഡെറിവേറ്റീവ് എടുത്താൽ ഇൻ്റഗ്രൽ 0 to s എഫ് ആണ് ഇവിടുത്തെ വേരിയബിൾ, ദഫോർ 2f ds ബൈ 2AE. ഓക്കെ, നമ്മൾ 2 2 ക്യാൻസലാക്കി നമുക്ക് കിട്ടും ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ആക്സിയൽ ഫോഴ്സ്, ദാറ്റ് ഈസ് ഡെൽറ്റ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to s f ds ബൈ AE. ഓക്കെ, ഇനി നമുക്ക് ഷിയർ ഫോഴ്സിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, വി നോ ദാറ്റ് സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ഷിയർ ഫോഴ്സ് യു ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to s f സ്ക്വയർ ds ബൈ 2AG. ഓക്കെ, ആക്സിയൽ ഫോഴ്സിലും ഷിയർ ഫോഴ്സിലും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 2AE പകരം ഇവിടെ 2AG ആണ്. ദഫോർ ഡിഫ്ലക്ഷനിലും ആ വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to s f ds ബൈ AG. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് യു മൊമെൻറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to s m സ്ക്വയർ ബൈ 2EI ds. ഓക്കെ അല്ലേ? അപ്പോൾ വി നോ ദാറ്റ് കാസ്റ്റിക്ലിയാനോ തിയറം പ്രകാരം ഡോ യു ബൈ ഡോ എഫ് ആണ് ഡെൽറ്റ. ഓക്കെ, നമുക്കിവിടെ ചെറിയൊരു ചേഞ്ച് വരുത്താറുണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ ഈക്വൽ ടു ഡോ യു ബൈ ഡോ എം ഇൻറ്റു ഡോ എം ബൈ ഡോ എഫ്. ഓക്കെ അല്ലേ? ഈ എം കട്ടായി കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ എഫ്, ദാറ്റ് ഈസ് കാസ്റ്റിക്ലിയാനോ തിയറം. ഓക്കെ, ഇനി അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഡെൽറ്റ ഈക്വൽ ടു ഡോ ബൈ ഡോ എം ഓഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to s m സ്ക്വയർ ബൈ 2EI ds ഇൻറ്റു ഡോ എം ബൈ ഡോ എഫ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിതിനെ ഡെറിവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൽറ്റ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to s, ഇവിടെ വേരിയബിൾ എം ആണ്, ദഫോർ 2m ബൈ
2EI ds ഇൻറ്റു ഡോ എം ബൈ ഡോ എഫ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ടു ഇൻറ്റും കട്ട് ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടും. ദാറ്റ് ഈസ് ഡെൽറ്റ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എസ് എം ബൈ ഇ ഐ ഡി എം ബൈ ഡി എഫ് ഇൻറ്റു ഡി എസ്. ഓക്കെ, ഇതാണ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു മൊമെൻറ്റ്. ഇനി നമ്മൾ കാസ്റ്റിഗ്ലിയാനോസ് തിയറം എന്തിനാണ് ഇങ്ങനെ മാറ്റിയതെന്ന് വെച്ചാൽ, കാസ്റ്റിഗ്ലിയാനോസ് തിയറം ഡോ യു ബൈ ഡോ എഫ് ആണ്. ഇവിടെ എഫ് ഇല്ല, മൊമെൻ്റ് ആണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാറ്റിയത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ടോർക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. യു ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എസ് ടി സ്ക്വയർ ഡി എസ് ബൈ 2GJ. ഓക്കെ, ടോർക്കും മൊമെൻറ്റും ഏകദേശം സിമിലറാണ്. നമുക്ക് നോക്കി മനസ്സിലാവും. ഇവിടെ എം സ്ക്വയർ പകരം ടി സ്ക്വയർ ആണ്, 2EI പകരം 2GJ ആണ്. ഓക്കെ, അപ്പം ഡിഫ്ലക്ഷനിലും സെയിം വ്യത്യാസം ഉണ്ടാകും. നമുക്ക് നോക്കാം. ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എസ് എം ബൈ ഇ ഐ ദാറ്റ് ഈസ് ടി ബൈ GJ. ഓക്കെ, ഡോ എം ബൈ ഡോ എഫ് ഡോ ടി ബൈ ഡോ എഫ് ഇൻറ്റു ഡി എസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 4 ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ആക്സിയൽ ഫോഴ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എസ് എഫ് ഡി എസ് ബൈ എ ഇ, ഇൻ്റഗ്രൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷിയർ ഫോഴ്സ് ഇൻ്റഗ്രൽ 0 ടു എസ് എഫ് ഡി എസ് ബൈ എ ജി, ഡിഫ്ലക്ഷൻ ഡ്യൂ ടു മൊമെൻറ്റ് ഇൻ്റഗ്രൽ 0 ടു എസ് എം ബൈ ഇ ഐ ഡോ എം ബൈ ഡോ എഫ് ഡി എസ്, ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ടോർക്ക് ഇൻ്റഗ്രൽ 0 ടു എസ് ടി ബൈ ജി ജെ ഡോ ടി ഡോ ബൈ ഡോ എഫ് ഇൻറ്റു ഡി എസ്. ഇനി നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ലോഡ് പി and applied at a distance L/3 from the point A of a simply separated beam of span L as shown in the figure. Okay, KT 8 marks. Okay, ഇതാണ് ഫിഗർ. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. 2 സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്. അറ്റ് സി ഒരു പി ലോഡ് ഉണ്ട്. അറ്റ് ഡിസ്റ്റൻസ് L/3. ഓക്കെ, ഇതിൻ്റെ ഡിഫ്ലക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഡിഫ്ലക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫോഴ്സാണ്. ഈ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചു. അതായത് ബെൻഡിങ് മൊമെൻറ്റും ഡിഫ്ലക്ഷൻ തമ്മിലുള്ള ഇക്വേഷൻ. ദാറ്റ് ഈസ് ഡെൽറ്റ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എസ് എം ബൈ ഇ ഐ ഡോ എം ബൈ ഡോ എഫ് ഡി എസ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് എഫ് എക്സ് ഇൻറ്റു സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 equal to RA plus RB equal to P. Okay, next sigma MB equal to 0. Okay, summation of a bending moment at a point equals 0. Okay, അപ്പോൾ നമുക്ക് നോക്കാം. MB point ഈ പോയിൻ്റാണ് കൺസിഡർ ചെയ്തത്. ദാറ്റ് ഈസ് RA ഇൻറ്റു ടോട്ടൽ ലെങ്ത് L മൈനസ് P ഇൻറ്റു 2L/3. ഈ ഡിസ്റ്റൻസ് 2L/3 ആണ്. L/3 അപ്പോൾ 2L/3. ഓക്കെ, സൈൻ കൺവേർഷൻ എടുത്താൽ മൈനസ് 2L/3 കിട്ടും. ഓക്കെ, ഈക്വൽ ടു 0. അപ്പം ഈ രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ നമുക്ക് RAൻ്റെ വാല്യൂ കിട്ടും 2P/3. അപ്പോൾ ആൻഡ് RB ഈക്വൽ ടു P/3. അപ്പോൾ നമുക്ക് രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസ് കിട്ടി. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, കൺസിഡർ എ സെക്ഷൻ XX അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം A. ഓക്കെ, എ എന്ന് X ഡിസ്റ്റൻസിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ഓക്കെ, അവിടുത്തെ എയിലെ സിമ്പിൾ സപ്പോർട്ട് റിയാക്ഷൻ 2P/3 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെൻറ്റ് MXX ഈക്വൽ ടു 2P/3X. ഓക്കെ അല്ലേ? സൈൻ കൺവേർഷൻ പ്രകാരം 2P/3 ഇൻറ്റു X. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ഡോ എം ബൈ ഡോ പി കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഡോ എം ബൈ ഡോ പി നമുക്ക് അപ്പുറത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡോ എം ബൈ ഡോ ഈക്വൽ ടു 2X/3. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു 2X/3. ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ എ സെക്ഷൻ XX ഫ്രം B അറ്റ് എ ഡിസ്റ്റൻസ് X. ഓക്കെ, ഓക്കെ അല്ലേ? ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ P/3. ഇവിടുത്തെ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് MXX ഈക്വൽ ടു PX/3. ഓക്കെ, ഡോ എം ബൈ ഡോ പി ഈക്വൽ ടു X/3. ഓക്കെ, അതവിടെ കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ നോക്കാം. ഇൻ്റഗ്രൽ 0 ടു L എം ബൈ ഇ ഐ ഇൻറ്റു ഡോ എം ബൈ ഡോ പി ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇവിടുത്തെ ഫോഴ്സ് പി ആണ്. ദോ ഡോ എം ബൈ ഡോ പി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ രണ്ട് സെക്ഷൻ ഡബിൾ കൺസിഡർ ചെയ്തത്. അതായത് 0 ടു L/3 2L/3 ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് നമുക്ക് രണ്ടായിട്ട് കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് ഡെൽറ്റ ഡിഫ്ലക്ഷൻ അറ്റ് സി ഈക്വൽ ടു L/3 ഇൻ്റഗ്രൽ 0 ടു L/3 എം ബൈ ഇ ഐ ഡി എം ബൈ ഡി പി ഡി എക്സ് പ്ലസ് 2L/3 ഇൻ്റഗ്രൽ 0 എം ബൈ ഇ എൽ ഡി എം ബൈ ഡി പി ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ വാല്യൂ കിട്ടുന്നത്. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി.
ഓക്കെ, അതായത് I1/EI എല്ലാത്തിനും രണ്ടിലും കോൺസ്റ്റൻ്റ് അതിനെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഡെൽറ്റ സി ഈക്വൽ ടു 1/EI ഇൻ്റഗ്രൽ 0 to L/3. ഇവിടെ എമ്മിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചു 2px/3. ഓക്കെ, 2px/3. ഡോ m/p വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 2x/3 ഇൻറ്റു dx പ്ലസ് ഇൻ്റഗ്രൽ 0 to L/3 px/3. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു px/3 ഇൻറ്റു x/3. ഓക്കെ, x/3 dx. ഓക്കെ, നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ സി ഈക്വൽ ടു 1/9EI. ഇവിടുന്ന് 3 ഒക്കെ പുറത്തെടുത്തു. 9EI ഇൻറ്റു 4p ഇൻറ്റു x³ ടു ദ ലിമിറ്റ് 0 to L/3 പ്ലസ് p ഇൻറ്റു x³ ടു ദ ലിമിറ്റ് 2L/3 ടു 0. ഓക്കെ, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 1/27EI 4p L/3 ദ ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 2L/3 ദ ഹോൾ ക്യൂബ്. ഓക്കെ, പിന്നെ നമ്മളത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡെൽറ്റ സി ഈക്വൽ ടു 1/2729EI ഇൻറ്റു 4pL³ പ്ലസ് 8pL³. ഓക്കെ, നമുക്ക് ഡിഫ്ലക്ഷൻ അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടും ഡെൽറ്റ സി ഈക്വൽ ടു 4pL³/243EI. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഉത്തരം. നമ്മൾ EIൻ്റെ വാല്യൂ പിൻ്റെ വാല്യൂ ഒക്കെ തന്നാൽ നമുക്കിതിൻ്റെ കറക്റ്റ് നമ്പറിൽ വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് മാക്കുലേസ് മെത്തേഡ്. മാക്കുലേസ് മെത്തേഡിൽ തിയറി ആയിട്ട് പറയാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. Therefore we are going with the problem. A horizontal beam having uniform cross section is 16 meter long and is simply supported at its ends. It carries two concentrated loads as shown in the figure. Calculate the deflection of the beam under the loads C and D. Take E equal to 600 GPa and I equal to 600 into 10⁶ mm/4. Okay, അത് നമുക്കിതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ടു ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻസ് സിഗ്മ Fy equal to 0, that is summation of vertical forces equal to 0, that is Ra plus Rb equal to 11 plus 9 equal to 20. Okay, now consider sigma Ma equal to 0, that is summation of bending moment at a point equal to 0, that is Rb into 16 equal to 11 into 4 plus 9 into 11. The sign convention consider ചെയ്തിട്ടാണ് ചെയ്തത്. You already know that. And Rb equal to 8.94 kilonewton and Ra equal to 11.06 kilonewton. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മാക്കുലേസ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇക്വേഷനിൽ y ആണ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഈ y കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡബിൾ ഇൻറ്റഗ്രേഷൻ ചെയ്യണം. Therefore മാക്കുലേസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്. ഓക്കെ, അങ്ങനെ നമുക്ക് mx കണ്ടുപിടിക്കണം. mx എന്ന് വെച്ചാൽ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. മാക്കുലേസ് മെത്തേഡ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം നോക്കാൻ, ദാറ്റ് ഈസ് ബീമിൻ്റെ എക്സ്ട്രീം റൈറ്റ് സൈഡിലാണ് നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എക്സ്ട്രീം റൈറ്റ് സൈഡിലേക്ക് സെക്ഷൻ കൺസിഡർ ചെയ്തത്. ഓക്കെ, പിന്നെ നമുക്ക് ബെൻഡ് മൊമെൻ്റ് കണ്ടുപിടിക്കാം. സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് നമുക്ക് ബെൻഡ് മൊമെൻ്റ് കണ്ടുപിടിക്കുന്നു. 11.06x മൈനസ് 11 ഇൻറ്റു എക്സ് മൈനസ് 4 മൈനസ് 9 ഇൻറ്റു എക്സ് മൈനസ് 11. ഓക്കെ, സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചു എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് EI d²y/dx² ഈക്വൽ ടു 11.06x മൈനസ് 11 ഇൻറ്റു എക്സ് മൈനസ് 4 മൈനസ് 9 ഇൻറ്റു എക്സ് മൈനസ് 11. ഓക്കെ, ഇനി നമുക്കിതിനെ ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. Therefore we get EI കോൺസ്റ്റൻ്റ് പുറത്തെടുത്തു. EI dy/dx ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്തു ഈക്വൽ ടു 11.06x²/x. ഇവിടുത്തെ എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. Therefore x²/x മൈനസ് 11 into x minus 4/2, x minus 4 the whole square by 2 minus 9 into x minus 11 the whole square by 2 plus c1. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ y കിട്ടും. Therefore EIy equal to 11.06 into x³ 6 minus 11 into x³ x minus 4 the whole cube by 6 minus 9 into x minus 11 the whole cube by 6. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്തു. x³ വരും. 3 into 2 6, അതാണ് ഇവിടെ 6 ആണ്. ഓക്കെ, പ്ലസ് c1x പ്ലസ് c2 വേറെ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് c1ൻ്റെയും c2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. പിന്നെ ദാറ്റ് അറ്റ് x equal to 0, അതായത് സ്റ്റാർട്ടിംഗ് പൊസിഷൻ x equal to 0 നമുക്കറിയാം y 0 ആണ്, അതായത് ഡിഫ്ലക്ഷൻ 0 ആണ്. ഇത് ബെൻഡ് ചെയ്താൽ ഇങ്ങനെയല്ല ബെൻഡ് ചെയ്യുക. Therefore x 0 y 0 ആയിരിക്കും. ഓക്കെ,
ഇനി y0 എന്ന കണ്ടീഷൻ ഈ എൻഡിലാണ്, ദാറ്റ് ഈസ് x ഈക്വൽ ടു 16, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ്. ദെർഫോർ x ഈക്വൽ ടു 16 ആൻഡ് y ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് x ഈക്വൽ ടു 0 y ഈക്വൽ ടു 0 ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് C2ൻ്റെ വാല്യൂ കിട്ടും 0. ഓക്കെ, y 0 ആവും, എല്ലാവരുടെയും x ഉണ്ട് കൊടുക്കുമ്പോൾ C2ൻ്റെ വാല്യൂ 0 കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് C2ൻ്റെ വാല്യൂ 0 കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ, അതായത് x ഈക്വൽ ടു 16 y ഈക്വൽ ടു 0, ആ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ദെർഫോർ ILY ഈക്വൽ ടു 11.06 ഇൻറ്റു 16 ക്യൂബ് ബൈ 6 മൈനസ് 11 ഇൻറ്റു 12 ക്യൂബ് ബൈ 6 മൈനസ് 9 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 6 പ്ലസ് C1 16 പ്ലസ് 0. C2ൻ്റെ വാല്യൂ 0 നമ്മൾ നേരത്തെ കിട്ടിയതാണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പം വൈൻ്റെ വാല്യൂ 0 ആണ്, ദെർഫോർ 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് C1ൻ്റെ വാല്യൂ കിട്ടും. C1ൻ്റെ വാല്യൂ ഈക്വൽ ടു -262.2. ഓക്കെ, അപ്പോൾ നമുക്ക് C1ൻ്റെ വാല്യൂ C2ൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് നേരത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ ELY ഈക്വൽ ടു 11.06 x ക്യൂബ് ബൈ 6 മൈനസ് 11 ഇൻറ്റു x മൈനസ് 4 ദ ഹോൾ ക്യൂബ് ബൈ 6 മൈനസ് 9 ഇൻറ്റു x മൈനസ് 11 ബൈ 6 ദ ഹോൾ ക്യൂബ് മൈനസ് 262.2x. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിഫ്ലക്ഷൻ അറ്റ് C ആണ്. സീൻ്റെ അറിയാം 4 ആണെന്ന് അറിയാം, സീൻ്റെ ഡിസ്റ്റൻസ്. ദെർഫോർ എക്സിൻ്റെ എടുക്കുക, 4 ഇട്ട് കൊടുക്കുക. ദെർഫോർ വി ഗെറ്റ് ഈ വാല്യൂ ഇപ്പുറത്തേക്ക് ഇൻറ്റു ചെയ്യുക. ദെർഫോർ വി ഗെറ്റ് y4 ഈക്വൽ ടു ഡിഫ്ലക്ഷൻ അറ്റ് 4 ഈക്വൽ ടു മൈനസ് 930.82 ബൈ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത് നമുക്ക് ഉത്തരം കിട്ടും മൈനസ് 0.029 മീറ്റർ. ഈ മൈനസ് വാല്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഡിഫ്ലക്ഷൻ ഡൗൺവേർഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ അറ്റ് D നോക്കാം. ഡീൻ്റെ ഡിസ്റ്റൻസ് 11 ആണ്. ദെർഫോർ ഈ ഇക്വേഷനിൽ വൈൻ്റെ അടുക്ക് എക്സിൻ്റെ അടുക്ക് 11 ഇട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുന്നു. ദെർഫോർ വി ഗെറ്റ് minus 0.0331 meter, still minus, therefore downward. Next topic, comparison between strain energy and complementary energy. We already studied about the load deflection curve of a spring. So area under the load deflection curve gives strain energy U. Area above the load deflection curve gives complementary energy U star. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോം നോക്കാം. ദാറ്റ് ഈസ് കോംപ്ലിമെൻ്ററി എനർജി U ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to x f dx. അതായത് എക്സിനെ ലിമിറ്റാക്കി വെച്ചുകൊണ്ട് എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് U സ്ട്രെയിൻ എനർജി. ഓക്കെ, കോംപ്ലിമെൻ്ററി എനർജി U സ്റ്റാർ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to f x dx. അതായത് എഫിനെ ലിമിറ്റാക്കി വെച്ചുകൊണ്ട് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് U സ്റ്റാർ കോംപ്ലിമെൻ്ററി എനർജി. ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫോം നോക്കാം. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു എഫ്. ഓക്കെ, ഡോ യു സ്റ്റാർ ബൈ ഡോ എഫ് ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇക്വേഷൻ 1 is the principle of virtual work and is applicable to linear and non-linear inelastic material. Okay, complementary energy yields deflection in the direction of force. നമ്മൾ മുമ്പേ കണ്ട ഇക്വേഷൻ അല്ലേ, സൂക്ഷിച്ചൊക്കെ ഇത് കാഷിഗ്ലിയാനോസ് തിയറം അല്ലേ. ദാറ്റ് ഈസ് ഇക്വേഷൻ 2 ഷോസ് അനലഗി വിത്ത് കാഷിഗ്ലിയാനോസ് തിയറം. ഓക്കെ, ഇനി സ്ട്രെയിൻ എനർജിയും കോംപ്ലിമെൻ്ററി എനർജിയും ഈക്വൽ ആവുന്ന കേസ് ഉണ്ട്. അതായത് ഇഫ് ദ മെറ്റീരിയൽസ് ഒബേസ് ഹുക്സ് ലോ, ഏരിയ അണ്ടർ ഈക്വൽ ടു ഏരിയ എബവ്. താങ്ക് യു.